ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒട്ടുമിക്ക എല്ലാവരുടെയും മുഖത്ത് വരുന്ന ഒരു കാര്യമാണ് കാര അല്ലെങ്കിൽ ആണി അങ്ങനെയുള്ള ഇഷ്യൂ അല്ലെ. അപ്പൊ കുറച്ചിറങ്ങിയ ആണി എന്ന് പറയും, നമ്മുടെ ഇവിടെയൊക്കെ ആണി നാട്ടം പറഞ്ഞത് കുരു വന്നിട്ട് കുരുവൊക്കെ പോയി കഴിയുമ്പോൾ അതിന്റെ അകത്തുനിന്ന് നമ്മളിങ്ങനെ ഞെക്കിയെടുക്കുന്ന ഒരു സംഭവമില്ലേ, ആ സംഭവത്തിന്റെ പേരാണ് ആണി. അപ്പൊ ഈ ആണി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, ചിലർക്ക് ഒട്ടും ക്ഷമയില്ലാതെ തന്നെ അതിങ്ങനെ ഞെക്കി ഞെക്കി എടുക്കും. അങ്ങനെ ഞെക്കി ഞെക്കി എടുക്കുമ്പോൾ അവിടുന്ന് ഈ സംഭവം ഇങ്ങനെ പുറത്തേക്ക് വരും. പക്ഷെ അങ്ങനെ ഞെക്കി എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഏരിയയിൽ മൊത്തം കറുത്ത മാറ്റം. കാരണം നമ്മുടെ നഖം ഇങ്ങനെ ആഴ്ന്നിറങ്ങി നമ്മളെ ഞെക്കുന്ന ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കറുത്ത് നമ്മുടെ നഖം മുഴുവൻ ഭാഗം മൊത്തം കറുത്ത് ഇങ്ങനെ കിടക്കും. അങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും സംഭവിക്കാറുള്ള കാര്യമാണ് അല്ലെ. ഈ ആണി ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് എങ്ങനെയൊന്നും കളിയാ, കുരു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആണി അത് എത്രയും പെട്ടെന്ന് ഒന്ന് ഇളക്കി ചെറുതിട്ടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവുള്ളൂ. എനിക്കൊക്കെ എങ്ങനെ ഉണ്ടോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ആ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പം ചിലരുടെ കേസില് ഈ ആണി നമുക്ക് എനിക്കൊക്കെ പൊതുവെ ഒന്നോ രണ്ടോ കുരു അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. പക്ഷെ ചിലർക്ക് രണ്ട് കവിളും നിറച്ചും ഈ കുരു വന്നിട്ട് നിറച്ചും ഇതുപോലെ ആണിക്കാരി ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കലൊന്നും അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട കാര്യമോ അങ്ങനെയൊക്കെ വരാറുണ്ട്. കാരണം രണ്ട് കവിളും നിറയെ കുരു വന്നിട്ട് അതിങ്ങനെ ചുവന്ന് തടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അവർക്ക് മാത്രമല്ല, നമുക്ക് ഒരെണ്ണം ഉള്ളവർക്ക് പോലും ഇത് യൂസ് ചെയ്യാം. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് നമ്മളെ ഞെക്കിയെടുക്കുന്നതിന്റെ കറുത്തപാട് വരത്തരും. അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കുരു വരാത്ത ഒരാൾ പോലും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിക്കാം, വളരെ ഈസിയാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ. അപ്പം കിട്ടി ഇപ്പൊ വേഗം നോക്കിയേക്കാം. അതിനു മുമ്പ് പുതുതായിട്ട് കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടിട്ടുള്ള ബെല്ലൈക്കുള്ള ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാണ് ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ ഇതുപോലത്തെ യൂസ്ഫുൾ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടാനും കാണാനും വേണ്ടിയിട്ട് അത് ഓൺ ആണെന്ന് ചെക്ക് ചെയ്തേക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിയൊന്നും കാണിക്കരുത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ടിപ്പ് എന്താണെന്ന് നോക്കിയേക്കാം. അപ്പൊ ഈ ടിപ്പിനായിട്ട് നമുക്ക് വേണ്ട 2 സാധനങ്ങളിൽ ഒന്നാമത്തെ സാധനം ഓട്സ് ആണ് കേട്ടോ. അപ്പം ഓട്സ് നമുക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് ഓട്സ് വേണമെങ്കിലും എടുത്തിട്ട് അത് നൈസായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് തൈര് ഒരു 2 ടീസ്പൂൺ തൈര് കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് പേസ്റ്റ് പരുവത്തിലാക്കിയതിനു ശേഷം അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുഖം ഒന്ന് അത്യാവശ്യം നമുക്ക് മുഖത്ത് കാണാൻ പറ്റുന്ന ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് തുണി മുക്കിക്കഴിഞ്ഞ് ഡിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മുഖത്ത് ജസ്റ്റ് കഴുകുകയോ എന്തെങ്കിലും. അതായത് ചൂട് നമ്മുടെ മുഖത്തേക്ക് ചെല്ലണം. അതായത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കണം. അത് നെല്ലെ പുറത്തൊക്കെ പോയിട്ട് വന്ന് പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനും മുഖം നല്ലതായിട്ട് ക്ലീൻ ആവാൻ ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന ചൂടില് ഒരു തുണി മുക്കി പിഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ചൂട് മുഖത്തൊരു ചെറിയ ചൂട് നിൽക്കെ തന്നെ നമുക്ക് ഫീലുമില്ല. ഇപ്പൊ ഒരുപാടുള്ളവർക്ക് ഇങ്ങനെ നന്നായിട്ട് ഒരു മാസ്ക് പോലെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം കുറച്ച് 1-2 അവിടെ ഇവിടെ ഉള്ളവർക്ക് ജസ്റ്റ് ഇങ്ങനെ ബഡ്സിൽ വല്ലതും തൊട്ട് അവിടേക്ക് ഇടാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്തിട്ട് ആ മിക്സ് അവിടെ നിന്ന് നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിനകത്തുനിന്ന് കാറി ഇങ്ങനെ വിട്ട് പുറത്തേക്ക് നിൽക്കുന്നതായിട്ട്. അത്രയ്ക്ക് എഫക്റ്റീവാണ് ഈ തൈരും ഓട്സും തമ്മിലുള്ള ഈ മിക്സ് കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത്രയ്ക്ക് വേദന വരുന്ന കുരുക്കളായിക്കോട്ടെ, നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചിട്ട് പോരാത്ത കുരുക്കളായിക്കോട്ടെ, ഒരുപാട് എണ്ണം ഉണ്ട്, ഇത് എങ്ങനെ ഒന്ന് കളയുന്നൊക്കെ ടെൻഷൻ പിടിച്ചിരിക്കുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാം ഇത് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഇത് നമുക്ക് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. 1-2 പേർക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വെള്ളം വെച്ച് വാഷ് ചെയ്യുമ്പോൾ തന്നെ ആണി പുറത്തേക്ക് പോരും. ഇപ്പൊ ഒരുപാടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം കൂടെ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുക. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഫുൾ ആയിട്ട് മാറി കിട്ടും കേട്ടോ. ഒരുപാടുള്ളവരുടെ കേസാണ് ഇതൊക്കെ. ഒരെണ്ണം ഉള്ളവര് ഉപയോഗിച്ചിരിക്കുന്ന ഫസ്റ്റ് ദിവസം തന്നെ ഇത് മാറി കിട്ടും. അപ്പൊ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന എല്ലാവരും മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു പാക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നവരെല്ലാവർക്കും ചെയ്ത് നോക്കട്ടെ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഉപയോഗിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് ചെയ്താലും മറക്കരുതട്ടെ. പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേടാ. അപ്പൊ അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. ബൈ ബൈ.